അനിയത്തിപ്രാവ് ഭാഗം 9. മാധവ് വാര്യർ തൊടിയിലെ പച്ചക്കറികളെല്ലാം നനയ്ക്കുകയാണ്. കൂടെ ദേവുവുമുണ്ട്. പയറും പാവലും കോവലും എല്ലാം തഴച്ചു വളർന്ന് നിൽക്കുന്നു. ദേവുവാണ് എല്ലാ കാര്യങ്ങൾക്കും അച്ഛനെ സഹായിക്കുന്നത്. പണ്ട് മുതൽക്കേ അവൾ അങ്ങനെയാണ്. ഏത് കാര്യത്തിനും ദേവു ഒപ്പം കാണും. കളകൾ പറിച്ചു മാറ്റാനും വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കുവാനും അടുക്കളയിൽ അമ്മയെ സഹായിക്കുവാനും ഒക്കെ അവൾ കൂടും. യാതൊരു മടിയുമില്ലാതെ തന്നെ. മാധവ് വാര്യർ തൊടിയിലെ പച്ചക്കറികളെല്ലാം നനയ്ക്കുകയാണ്. ഒപ്പം ദേവുവുമുണ്ട്. പയറും പാവലും കോവലും എല്ലാം തഴച്ചു വളർന്നു നിൽക്കുന്നു. എല്ലാം വിളഞ്ഞു പാകമായ പച്ചക്കറികൾ ഒരു ചെറിയ കുട്ടയിലേക്ക് പറിച്ചെടുക്കുകയാണവൾ. ദേവു ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ ലച്ചു നേരെ വിപരീതവുമാണ്. അവൾ ഒന്നെങ്കിൽ ടിവിയും കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഫോണും നോക്കിയിരിക്കും. എത്ര നേരം വേണമെങ്കിലും അതവൾക്കൊരു പ്രശ്നമേ അല്ല താനും. ലച്ചു എന്തേ മോളെ, അവളെ കണ്ടില്ലല്ലോ? വാര്യർ ദേവുവിനെ നോക്കി. ചേച്ചി കൂട്ടുകാരുമായി ചാറ്റിങ്ങാണ് അച്ഛാ. എല്ലാവരെയും പിരിഞ്ഞു പോന്നത് കൊണ്ട് ചേച്ചിക്ക് ഭയങ്കര സങ്കടമാണ്. ഒരു കപ്പിലേക്ക് വെള്ളമെടുത്ത് കുറേശ്ശെയായി പാവലിന് തളിക്കുകയാണ് ദേവു. എത്ര ദിവസം കാണുമോ ആവോ ഈ സങ്കടമൊക്കെ? 2-3 ദിവസം കൂടി നോക്കാം അല്ലേ? എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ദേവ് ചിരിച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു. അച്ഛാ, ഒരു കാറ് വരുന്നുണ്ടല്ലോ, ഇതെപ്പോ ആരാണാവോ? ദേവുവാണ് ആദ്യം ഒരു കാറ് വരുന്നത് കണ്ടത്. ആരാ മോളെ അത്? ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. വാര്യറാണെങ്കിൽ തോളത്ത് കിടന്ന തോർത്തെടുത്ത് കൈകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു. അറിയില്ല അച്ഛാ, എനിക്കാണെങ്കിൽ ബാങ്കിൽ പോകുവാൻ സമയമായിട്ടോ. അയാൾ അക്ഷമനായി കാറിലേക്ക് നോക്കി. ഈശ്വരാ, ഹരിസാറെങ്ങാനുമാണോ? ദേവുവിൻ്റെ മനസ്സിൽ വല്ലാത്ത പേടി തോന്നി. സാറാണെങ്കിൽ അമ്മയുമായിട്ട് ഇവിടേക്ക് വരുന്ന കാര്യം പറഞ്ഞിരുന്നു താനും. ദേവുവിന് വല്ലാത്ത പരവേശം പോലെ തോന്നി. ആ, ഇതാരൊക്കെയാണിത്? കാറിൽ നിന്നിറങ്ങിയ ആളുകളെ കണ്ട് മാധവ വാര്യർക്ക് ആശ്ചര്യമായി. ബാലകൃഷ്ണനും സരസ്വതിയും കൂടെ ശോഭയും ഗുപ്തൻ നായരുമാണ് കാറിൽ നിന്നിറങ്ങിയത്. നന്ദൻ വണ്ടി തിരിച്ചിടുകയാണ്. ഇതെന്താ എല്ലാവരും കൂടി പതിവില്ലാതെ? ദേവു ഓർത്തു. മാധവ, ഇന്ന് ബാങ്കിൽ പോകണ്ടേ തനിക്ക്? പോണം ബാല, ഞാൻ ഈ പച്ചക്കറിയൊക്കെ നനക്കുമായിരുന്നു. വന്നത് ബുദ്ധിമുട്ടായോ? ഗുപ്തൻ നായരായിരുന്നു അത്. ഏയ്, ഒരിക്കലുമില്ലെന്നേ, എല്ലാവരും കയറി വന്നാട്ടെ. അയാൾ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. ദേവൂട്ടി ആകെ ബിസിയാണല്ലോ. വണ്ടി ഒതുക്കിയിട്ട ശേഷം നന്ദൻ കാറിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങി വന്ന് കൊണ്ട് അവളോട് ചോദിച്ചു. ഹേയ്, അങ്ങനൊന്നുമില്ല ചേട്ടാ. അവൾ പുഞ്ചിരിച്ചു. അവൻ തിരിച്ചു. അപ്പോൾ മാധവ, മുഖവുരയില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബാലകൃഷ്ണൻ അവിടെ കിടന്നിരുന്ന ഒരു സെറ്റിയിലേക്കിരുന്നു. ആരൊക്കെയോ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചുവും ശാരദയും കൂടി സ്വീകരണ മുറിയിലേക്ക് വരികയായിരുന്നു. ഇവരുടെ മകൻ നന്ദന് നമ്മുടെ ലച്ചുവിനെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ വന്ന് നേരിട്ട് സംസാരിക്കുവാണ് എല്ലാവരും കൂടി വന്നത്. വാതിലിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇത് കേട്ട ലച്ചു തരിച്ചു നിന്നുപോയി. ഈശ്വര, എന്താ ഇതൊക്കെ? അവൾക്ക് കണ്ണ് നിറഞ്ഞു. നന്ദനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എനിക്ക്. എൻ്റെ സഹോദരിയായ സരസ്വതിയുടെ ഏക മകനാണ്. അവൻ്റെ അച്ഛനെ പോലെ തന്നെ നന്ദനും ഒരു ഡോക്ടറാണ്. യാതൊരുവിധ ദുസ്വഭാവങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു പയ്യനാണ് ഇവൻ. നമ്മുടെ ലച്ചുവിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ് നന്ദൻ. ബാലകൃഷ്ണനാണെങ്കിൽ തൻ്റെ പെങ്ങളുടെ മകനെക്കുറിച്ച് വാചാലനായി. അവർ വന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ മാധവ വാര്യർക്കും ഭാര്യയ്ക്കും ഉണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. 1 മിനിറ്റ് ബാല, ഞാൻ ഇപ്പോൾ വരാം. അയാൾ അകത്തേക്ക് ഓടിച്ചെന്നു. അപ്പോഴാണ് കണ്ടത് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ശാരദയും ലച്ചുവും. അയാൾ ഭാര്യയെ നോക്കി. അവരുടെ മിഴികളിൽ നിന്ന് വ്യക്തമായിരുന്നു ഈ വിവാഹത്തോടുള്ള അവരുടെ സമീപനം. മോളെ, എല്ലാം കേട്ടല്ലോ അല്ലേ? ഒക്കെ എൻ്റെ കുട്ടിയുടെ ഭാഗ്യമാണ്. മാധവ വാര്യർ വന്ന് മകളുടെ നെറുകയിൽ തലോടി. അപ്പോഴേക്കും അവരുടെ മിഴികൾ നിറഞ്ഞു തൂവി. അയ്യേ, എൻ്റെ കുട്ടി കരയുവാ? ഇത്രയേ ഉള്ളൂ എൻ്റെ ലച്ചു നീ? ശാരദയാണെങ്കിൽ മകളെ സമാധാനിപ്പിച്ചു. ചേച്ചി, പോയി മുഖമൊക്കെ ഒന്ന് കഴുകി വരൂ, എന്നിട്ട് ഈ വേഷം മാറണ്ടേ? ദേവൂട്ടി വന്ന് അവളോട് മെല്ലെ പറഞ്ഞു. വേഗം റെഡിയായി വരൂ. ഇന്നലെ കണ്ട ആളുകളാണെങ്കിൽ പോലും ഇന്ന് നിന്നെ പെണ്ണു കാണാൻ വന്നവർ അല്ലേ? തന്നെയുമല്ല, നമ്മുടെ കുടുംബത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. അമ്മ പറഞ്ഞപ്പോൾ അത് വളരെ ശരിയാണെന്ന് ദേവുവും സമ്മതിച്ചു. ഇളം മഞ്ഞ നിറമുള്ള ഒരു സൽവാറായിരുന്നു അവൾ എടുത്തണിഞ്ഞത്. വേറെ ചമയങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. എല്ലാവരും അതീവ സന്തോഷത്തിലാണെന്നുള്ള കാര്യം വെളിയിലെ സംസാരം കേൾക്കുമ്പോൾ വ്യക്തമായിരുന്നു ലച്ചുവിന്. അവൾ മാത്രം ഒരു ഉത്സാഹവുമില്ലാതെ നിൽക്കുകയാണ്.
അശോകുമായിട്ട് ഇപ്പോൾ ഫോണിൽ മെസ്സേജ് അയച്ചതേ ഉള്ളൂ. ഉടനെ തന്നെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്നും നിന്നെ കാണാതെ ഇരിക്കാൻ പറ്റില്ലെന്നും നിന്റെ വീട്ടിലോട്ട് പെണ്ണ് ചോദിച്ചു വരുന്നുണ്ടെന്നുമൊക്കെ പറഞ്ഞ് വെച്ചതേ ഉള്ളൂ അവൻ. ആ സന്തോഷത്തിൽ മതിമറന്ന് നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കുരുക്ക് വന്ന് മുറുകിയത്. എല്ലാം തകിടം മറിഞ്ഞോ ഭഗവാനെ. എൻ്റെ അശോകല്ലാതെ എനിക്ക് ഈ ജീവിതത്തിൽ വേറൊരു പുരുഷനില്ല, അത് ഞാൻ തീർച്ചപ്പെടുത്തിയതാണ്. അവൾക്ക് കണ്ണ് നിറഞ്ഞു വന്നു. മോളെ ലച്ചുവേ, ഇതാണ് കേട്ടോ പയ്യൻ. നീ ശരിക്കും കണ്ടോണം, ഇനി കണ്ടില്ലെന്നൊന്നും പറയല്ലേ. ശോഭ ആൻറ്റിയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ അലയടിച്ചു. ഇന്നലെ ഇവർ തമ്മിൽ കണ്ടതും സംസാരിച്ചതുമാ അല്ലേ മോളെ? സരസ്വതി ലച്ചുവിൻ്റെ കയ്യിൽ നിന്ന് ചായ എടുത്തുകൊണ്ട് പറഞ്ഞു. അവൾ വെറുതെ ഒന്ന് തല കുലുക്കി. മോളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോഴത്തെ കുട്ടികളായതുകൊണ്ട് ചോദിക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ പറയണം, അല്ലാച്ച ഞങ്ങളിത് ഉറപ്പിക്കുക. ബാലകൃഷ്ണൻ ലച്ചുവിനോടായി ചോദിച്ചു. എൻ്റെ മക്കൾക്ക് രണ്ടാൾക്കും ഒരിക്കലും അങ്ങനൊരു സ്വഭാവമില്ല. ഞാൻ പറയുന്നതാണ് എൻ്റെ കുട്ടികൾ ഇന്നോളം അനുസരിച്ചത് ബാല. അതോർത്ത് ആരും ടെൻഷനാവേണ്ട. മാധവ വാര്യർ അഭിമാനത്തോടെയാണ് എല്ലാവരോടുമായി പറഞ്ഞത്. അത് കേട്ടതും നന്ദൻ്റെ ചൊടിയിലൊരു പുഞ്ചിരി മൊട്ടിയിട്ടു. എങ്കിൽ നമ്മൾക്കിത് ഉറപ്പിക്കാം വാര്യരെ. സമയം വെറുതെ കളയണ്ട, താങ്കൾക്കും ജോലിക്ക് പോകേണ്ടതല്ലേ. ഗുപ്തൻ നായർ എഴുന്നേറ്റ് വന്ന് മാധവ വാര്യരുടെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. തുടരും. ഇതുപോലെയുള്ള കഥകൾ കേൾക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.